ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു JM ട്രിപ്ലെറ്റ്സ്. നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പം എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കാക്ക വന്നപ്പോൾ കുറച്ച് ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെ വെറും 2 സാധനങ്ങൾ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് അടിച്ചാതെ മുഴുവനായിട്ട് കാണാൻ നോക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അത് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ആ വെള്ളമൊക്കെ നല്ലോണം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരു റെസിപ്പി രാവിലെ എല്ലാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ നേരം പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താൽ മതി. ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ആ മിക്സിൻ്റെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. വെള്ളം മാക്സിമം ഊറ്റി കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ ഈ ഒരു പച്ചരി ഇതിലേക്ക് ഇടാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം അടുത്തേ ചേർത്ത് കൊടുക്കുമ്പോൾ മെഷർമെൻറ്റ് തെറ്റിപ്പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടേക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ആക്കാം. ഞാനിവിടെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ബൗളിൽ 2 കപ്പ് പച്ചരി ഇട്ടു. അതിന് ശേഷം ആ ഒരു ബൗളിൽ തന്നെ ഒരു 3/4 കപ്പോളം ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. മട്ടയിരിയോ അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതോ ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ആ ഒരു ബൗളിൽ തന്നെ ഒരു 3/4 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഞാൻ അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പകുതി അരഞ്ഞതിന് ശേഷം കറണ്ട് പോയിട്ടോ. കറണ്ട് വരാൻ കാത്തുനിന്നാൽ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഇവിടെ സ്റ്റോപ്പ് ആകും. അതുകൊണ്ട് ഞാൻ ആ ഒരു മാവിൽ തന്നെയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കാം. അരിയും വറ്റുമൊക്കെ നല്ലോണം ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതാക്കണോ ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ കട്ടകൾ കേട്ടോ. അത് വേറെ ഒന്നുമല്ല, ചെറിയ വറ്റുകളാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളെ ഉപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം ചേർത്താൽ മതി. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ചേർത്ത് കാണും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ. ഈ സമയത്ത് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്താലും മതി. നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അതിന് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ആ കടായിലേക്ക് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് നെയ്യപ്പം ചുട്ടെടുക്കുന്ന പോലെയാണ് ഈ ഒരു റെസിപ്പി ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ കേട്ടോ ഒരു തവി ഒഴിച്ചപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊന്തി വന്ന സമയത്ത് ചെറുതായിട്ട് ഇവിടെ ഒന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അരച്ചത് ശരിയാവാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞാൽ കറണ്ട് പോയതാണ് എന്ന്. അപ്പം നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊട്ടി പോകും കേട്ടോ. അപ്പോൾ അതാക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറിയതിന് ശേഷം മറിച്ചിട്ട് കണ്ട് ആ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലൊന്നും ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മതി കേട്ടോ. ഇത് കാണാൻ ഭംഗി എന്ന് പറയുന്നത് ആ ഒരു വെള്ള കളർ തന്നെയാണ് ഇതിൻ്റെ കാണാനൊരു ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സമയത്തിന് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാം കേട്ടോ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കി വെക്കാം. എന്നാലും മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വരുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഈ റെസിപ്പി ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ആക്കുക. ലൈക്ക് ചെയ്താലാണ് നമ്മൾ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ അപ്പം ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ വെറും 2 ഇൻഗ്രീഡിയൻസും വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണെന്ന് കൂടി ഒന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ഉൾവശം പറയുന്നത് ഇതുപോലെ ആയിരിക്കും. നല്ല ആരൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ കറീൻ്റെ കൂടെയാണ് കോമ്പിനേഷൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് കറീൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, അസ്സലാമു അലൈക്കും.